ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ശ്യാമയുടെ വീടാണ്. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ശ്യാമയും അഖിലും ക്ഷേത്രത്തിലേക്ക് ഇറങ്ങുകയാണ്. ഞങ്ങളും കൂടി വരാമെന്ന് വാസുദേവൻ പറയുമ്പോൾ അഖിൽ പറയുകയാണ്, വേണ്ടച്ചാ, ഞാനും ശ്യാമയും മാത്രം ചെല്ലാനാ വൈദ്യൻ പറഞ്ഞത്. ഞങ്ങൾ എന്താണെങ്കിലും പോയിട്ട് വരാം. അങ്ങനെ അഖിലും ശ്യാമയും ക്ഷേത്രത്തിലെത്തിയിരിക്കുകയാണ്. ശ്യാമയെ കണ്ടയുടൻ തന്നെ വൈദ്യൻ പറയുകയാണ്, ഇന്ന് ശ്യാമയുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. അഖിലിന്റെ പൂജയിലാണ് ഈ ചികിത്സയുടെ വിജയമെന്ന് പറഞ്ഞ് വൈദ്യൻ വിളക്ക് തെളിയിക്കുകയാണ്. തുടർന്ന് വൈദ്യൻ അഖിലിനോട് പറയുകയാണ്, അഖില് വന്നോളൂ. പിന്നെ എത്രയൊക്കെ പൊള്ളൽ അനുഭവപ്പെട്ടാലും അതിൽ നിന്നും ഒരടി പോലും അനങ്ങാൻ പാടില്ല. ചികിത്സ കഴിയുന്നതുവരെ ഒറ്റ നിൽപ്പായിരിക്കണം. ഇത് കേൾക്കുന്ന അഖില് പറയുകയാണ്, എന്റെ ഭാര്യയുടെ ശബ്ദമാണ് എനിക്ക് വലുത്, അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. തുടർന്ന് ശ്യാമയോട് അഖില് പറയുകയാണ്, എനിക്ക് എന്തൊക്കെ സംഭവിച്ചാലും നീ എന്നെ തടയാൻ ശ്രമിക്കരുത്. ഇത് കേൾക്കുന്ന ശ്യാമ കരഞ്ഞുകൊണ്ട് അഖിലിനെ നോക്കുമ്പോൾ അഖിൽ പറയുകയാണ്, നീ നിന്റെ കണ്ണനെ വിളിച്ചാൽ മതി. അങ്ങനെ അഖിലിനെ അഗ്നികുണ്ഡത്തിന് നടുക്ക് നിർത്തിക്കൊണ്ട് തീ കൊളുത്തുകയാണ് വൈദ്യൻ. അങ്ങനെ തീ ആളി പടർന്നുകൊണ്ടിരിക്കുകയാണ്. വൈദ്യൻ വന്ന് ശ്യാമയെ ചികിത്സയ്ക്ക് വിളിക്കുമ്പോൾ ഞാൻ എങ്ങനെ വരാനാണെന്ന് ചോദിച്ചുകൊണ്ട് ശ്യാമ കരഞ്ഞുകൊണ്ട് അഖിലിനെ നോക്കുകയാണ്. അതേസമയം വൈദ്യൻ ശ്യാമയ്ക്ക് മരുന്ന് നൽകുകയാണ്. തുടർന്ന് ഒരു സഹായി വന്ന് പറയുകയാണ്, ആള് നന്നായി ക്ഷീണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ക്ഷീണിച്ചോട്ടെ, എന്ത് സംഭവിച്ചാലും അങ്ങനെ തന്നെ വിടണമെന്ന് വൈദ്യനും പറയുന്നു. അദ്ദേഹം കുഴഞ്ഞു വീഴും വൈദ്യരെ എന്ന് സഹായി വന്ന് പറയുമ്പോൾ വീഴുമെങ്കിൽ വീഴട്ടെ എന്ന് വൈദ്യനും പറയുന്നു. പെട്ടെന്ന് അഖിലിന്റെ മേൽമുണ്ടിന് തീ പിടിക്കുകയാണ്. ഇത് കാണുന്ന ശ്യാമ വൈദ്യനോട് പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വൈദ്യര് ശ്യാമ അവിടെ തന്നെ പിടിച്ചു നിർത്തുകയാണ്. തുടർന്ന് ശ്യാമ അഖിലിന്റെ അരികിലേക്ക് ഓടിപ്പോകാൻ ഒരുങ്ങുമ്പോൾ വൈദ്യനും സഹായിയും ചേർന്ന് ശ്യാമയെ പിടിച്ചു നിർത്തുന്നു. എന്നാൽ ഇതിനോടകം തന്നെ അഖിലിന്റെ മേൽമുണ്ടിന് തീ പിടിച്ചിട്ടുണ്ടായിരുന്നു. ശ്യാമേ, അങ്ങോട്ട് പോകാൻ പാടില്ല, ദൈവത്തെ വിളിക്ക്, അഖിലിന്റെ ജീവൻ ആപത്തിലാണെന്ന് വൈദ്യൻ പറയുന്നു. ഉറക്കെ വിളിക്കുകുട്ടി, കൃഷ്ണ എന്ന് വിളിക്ക്, കുട്ടിയെ കൊണ്ട് സാധിക്കുമെന്ന് വൈദ്യൻ പറയുമ്പോൾ ശ്യാമ കൃഷ്ണ എന്ന് ഉറക്കെ വിളിക്കുകയാണ്, കൂടെ അഖിൽ സാറെന്നും. ഇത് കേൾക്കുന്ന അഖില് ഞെട്ടലോടെ കണ്ണു തുറന്ന് ശ്യാമയെ നോക്കുകയാണ്. അഖിൽ സാറെന്ന് വിളിച്ച് ശ്യാമ ഓടി ചെല്ലുമ്പോൾ അഖിലും പെട്ടെന്ന് അഗ്നികുണ്ഡത്തിന്റെ പുറത്തേക്ക് വരുന്നു. അങ്ങനെ അഖില് ശ്യാമയെ ചേർത്ത് പിടിക്കുകയാണ്. അഖിൽ സാർ, എനിക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ട്. ഇത് കേൾക്കുന്ന അഖിലും കരഞ്ഞുകൊണ്ട് ശ്യാമയെ നോക്കുമ്പോൾ അങ്ങോട്ടേക്ക് കണ്ണൻ വരികയാണ്. കണ്ണനെ കാണുന്ന അഖില് ശ്യാമയെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ശ്യാമയെ തട്ടി വിളിക്കുമ്പോഴേക്കും കണ്ണൻ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അതേസമയം അവിടെ താഴെ നിന്ന് ഒരു മയിൽപ്പീലി കിട്ടുമ്പോൾ ശ്യാമ അതെടുത്ത് തന്റെ നെഞ്ചോട് ചേർക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ശ്യാമയാണ്. ശ്യാമ അഖിലിനോട് പറയുകയാണ്, ഇപ്പോഴും എനിക്ക് എന്റെ ശബ്ദം തിരിച്ചു കിട്ടിയത് വിശ്വസിക്കാനേ ആകുന്നില്ല. ഏറ്റവും കൂടുതൽ ഞാൻ കടപ്പെട്ടിരിക്കുന്നത് സാറിനോടാണെന്ന് ശ്യാമ പറയുമ്പോൾ എന്നോടല്ലെന്നും താൻ കണ്ണനോടാ കടപ്പെട്ടിരിക്കുന്നത്, കണ്ണനാ ഈ ഐഡിയ പറഞ്ഞു തന്നത് എന്ന് പറഞ്ഞ് താനന്ന് കണ്ണനെ കണ്ട കാര്യവും കണ്ണൻ ഇങ്ങനൊരു നാടകം കളിക്കാൻ പറഞ്ഞ കാര്യവും എല്ലാം തന്നെ അഖില് ശ്യാമയോട് പറയുകയാണ്. തുടർന്ന് അഖില് പറയുകയാണ്, താൻ സംസാരിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ആ അഗ്നിയിൽ തന്നെ എന്റെ ജീവൻ വെടിഞ്ഞേനെ. ഇത് കേൾക്കുന്ന ശ്യാമ അഖിലിനെ ചേർത്ത് പിടിക്കുകയാണ്. അന്ന് അരുന്ധതി മേടം വന്നപ്പോൾ ഞാൻ പറഞ്ഞതാ, എന്റെ അഖിൽ സാറും എന്റെ കണ്ണനും ചേർന്ന് എനിക്ക് എന്റെ ശബ്ദം തിരികെ തരുമെന്ന്. പക്ഷേ ആ കണ്ണൻ അതാരാ? ഇത് കേൾക്കുന്ന അഖിൽ പറയുകയാണ്, നമുക്കാദ്യം സൺഷൈൻ കമ്പനിയെ വിവരം അറിയിക്കണം തന്റെ ശബ്ദം തിരിച്ചു കിട്ടിയ കാര്യം, അപ്പോൾ അവര് കേസ് പിൻവലിക്കും. ഇത് കേൾക്കുന്ന ശ്യാമ പറയുകയാണ്, ഞാൻ ആ കണ്ണൻ ആരാണെന്ന് ആലോചിക്കുകയായിരുന്നു. അതേസമയം ശ്യാമയുടെ മേലേക്ക് ഒരു മയിൽപ്പീലി പറന്ന് വീഴുകയാണ്. ഇത് കാണുന്ന അഖിലും ശ്യാമയും സന്തോഷത്തോടെ ആ മയിൽപ്പീലി നോക്കുന്നു. പിന്നീട് കാണിക്കുന്നത് അഖിലും ശ്യാമയും തിരികെ വീട്ടിലേക്ക് ചെല്ലുന്നതാണ്. അച്ഛ, അമ്മ എന്ന് വിളിച്ചുകൊണ്ട് ശ്യാമ ഓടിച്ചെല്ലുമ്പോൾ ദേവകിക്കും വാസുദേവനും സന്തോഷമാവുകയാണ്. ഏത് ദൈവത്തോടാ ഞാൻ നന്ദി പറയേണ്ടതെന്ന് ദേവകി ചോദിക്കുമ്പോൾ വാസുദേവൻ പറയുകയാണ്, ദേ ഇവിടെ നിൽക്കുന്നു സാക്ഷാൽ ദൈവം എന്ന് പറഞ്ഞ് അഖിലിനെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇത് കാണുന്ന ദേവകി പറയുകയാണ്, മോൻ ഞങ്ങളുടെ മരുമകനൊന്നുമല്ല, ഞങ്ങളുടെ സ്വന്തം മകൻ തന്നെയാണ്. അങ്ങനെ അവരെല്ലാം സന്തോഷത്തോടെ നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് ജയന്തി വരികയാണ്. എന്തായി അഖിലേ, എന്തോ അഗ്നിപ്രവേശ പൂജയെന്നോ എന്തൊക്കെയോ പറഞ്ഞു പോയിട്ട് എന്തായി? ദൈവം തീരുമാനിച്ചതല്ലേ ഏട്ടത്തി നടക്കൂ എന്ന് അഖിൽ പറയുമ്പോൾ ജയന്തി പരിഹാസത്തോടെ പറയുകയാണ്, അപ്പോ ശബ്ദമില്ലല്ലേ? പൂജയെന്നും പൂജാരി എന്നുമൊക്കെ പറഞ്ഞ് കുറെ കാശ് കളഞ്ഞത് മാത്രം മിച്ചം. ഞാനൊരു കാര്യം പറയാം അഖിലേ, ഈ ശ്യാമയുടെ ശബ്ദത്തിന് വേണ്ടി ഇനി മെനക്കെടാതിരിക്കുന്നതാ നല്ലത്. ഏത് ദൈവം വിചാരിച്ചാലും അതൊന്നും തിരിച്ചു കിട്ടാനേ പോകുന്നില്ല. ഇത് കേൾക്കുന്ന ശ്യാമ പറയുകയാണ്, അല്ലെങ്കിലും ഏട്ടത്തി പറഞ്ഞത് നേരാ. ഇത് കേൾക്കുന്ന ജയന്തി ഞെട്ടലോടെ ശ്യാമയെ നോക്കിയിട്ട് അഖിലിനോട് ചോദിക്കുകയാണ്, നീ ഇപ്പോ പെണ്ണുങ്ങളെ പോലെ സംസാരിച്ചോ? അല്ല ശ്യാമേ, നിന്റെ ശബ്ദം പോലെ ഉണ്ടായിരുന്നു, നീയാണോ സംസാരിച്ചതെന്ന് ജയന്തി ചോദിക്കുമ്പോൾ ശ്യാമ പറയുകയാണ്, അല്ല ഏട്ടത്തി, സത്യമായിട്ട് ഞാനല്ല സംസാരിച്ചത്. അപ്പോ നിനക്ക് ശബ്ദം കിട്ടിയോ എന്ന് ജയന്തി ചോദിക്കുമ്പോൾ സന്തോഷത്തോടെ ശ്യാമ പറയുകയാണ്, എന്റെ ശബ്ദം എപ്പോഴേ കിട്ടി. ഇത് കേൾക്കുന്ന ജയന്തി ദേഷ്യത്തോടെ ശ്യാമയെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക.
കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.